Hi dears, welcome back. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരത്തിന്റെയാണ്. അപ്പോൾ വീട്ടിൽ ഒരുപാട് കറുത്തു പോയിട്ടുള്ള നല്ല പഴുപ്പ് കൂടി കറുത്തു പോയിട്ടുള്ള പഴമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ പഴം വെറുതെ വേസ്റ്റ് ആയി പോവില്ല. നല്ലൊരു 4 മണി പലഹാരം ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ പഴവും ഗോതമ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുന്നേയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അത്യാവശ്യം വലുപ്പത്തിലുള്ള 3 നന്നായിട്ട് പഴുത്ത് തൊലിയൊക്കെ ഒന്ന് കറുത്ത് പോയിട്ടുള്ള 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തൊലി കറുത്ത് പോയിട്ടുണ്ടെങ്കിലും തൊലി തൊലിക്കുന്ന സമയത്ത് ഉള്ളിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. ഉള്ളിൽ ഒരുപാട് ചീഞ്ഞ് പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ പഴം ഒന്ന് പഴുത്ത് വരുന്ന സമയത്ത് നമ്മുടെ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ. തൊലി ഒന്ന് കറുത്ത് പോയിട്ടുണ്ടെങ്കിലും ഉൾഭാഗത്ത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇനി ഒരു പഴങ്ങൾ ഇതുപോലെ ചെറുതായിട്ട് 4ആയിട്ട് കീറിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള പഴം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു പഞ്ചസാരയൊക്കെ അലിഞ്ഞ് പഴമൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ അതുവരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പഴമൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ഏലക്കായാണ് കേട്ടോ. അതാണ് ഈ ഒരു വൈറ്റ് കളറിലുള്ളത്. പെട്ടെന്ന് കുറച്ച് ഏലക്കായ പൊടിച്ചെടുക്കുമ്പോൾ പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു പിടുത്തം തേങ്ങ ചിരകിയതാണ്. ഒരു 1/2 കപ്പ് 1/4 കപ്പിൻ്റെ അടുത്തായിട്ട് തേങ്ങ ചിരകിയതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് ഗോതമ്പൊടിയാണ്. ഗോതമ്പൊടിക്ക് പകരം മൈദയോ അല്ലെങ്കിൽ അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗോതമ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ 1 കപ്പ് മുഴുവനായിട്ട് ഒന്നിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കരുത്. കുറേശ്ശെ ഇട്ടിട്ട് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് പതുക്കെ യോജിപ്പിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മിക്സ് ആക്കി എടുക്കാനും വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇപ്പോൾ പഴം മാത്രമാകുമ്പോൾ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാനൊക്കെ പറ്റുന്ന ആ ഒരു രീതിയിലാവുന്നവരെ ഗോതമ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നമുക്ക് മിക്സാക്കി എടുക്കുന്ന സമയത്ത് മനസ്സിലാവുമല്ലോ ഉരുട്ടിയെടുക്കാനുള്ള ആ ഒരു പരുവം. പിന്നെ തണുത്ത് വരുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ഉറച്ച് വരികയും ചെയ്യും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ മാവ് ചെറുതായിട്ടൊന്ന് ചൂടാറി കിട്ടിയാൽ കയ്യിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ആക്കിയിട്ട് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ എല്ലാതും ഇതുപോലെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഒന്ന് ചൂടാറിയിട്ട് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഉരുട്ടിയെടുക്കാനൊക്കെ ഒന്നും കൂടെ നല്ല കറക്റ്റ് പരുവായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് നട്ട്സ് കയ്യിലുണ്ടെങ്കിൽ നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാതും ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് കുറച്ച് ഓയിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ബോൾസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു ഭാഗം കളറൊക്കെ മാറി വെന്ത് കിട്ടിയാലും മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഗോതമ്പൊടി പഴത്തിലിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തത് കാരണം ഒരുപാട് ഉൾഭാഗം വെന്ത് കിട്ടാനൊന്നുമില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കേണ്ട, പെട്ടെന്ന് കരിഞ്ഞു പോവും. ലോ ഫ്ലെയിമിലിട്ടിട്ടും ആവേണ്ട. ലോ ഫ്ലെയിമിലിട്ടാവുമ്പോൾ ചിലപ്പോൾ എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടിയില്ല. അപ്പോൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. മുകൾ ഭാഗം ചെറുതായിട്ടൊരു ക്രിസ്പി ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗവും കളറൊക്കെ മാറി നന്നായിട്ട് വെന്ത് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്.
അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.